വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാനൊരു മക്രോണി വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കൻ മക്രോണി. തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഞാൻ 3 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ്, പകുതി ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടത് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി 1/2 കിലോ ബോൺലെസ് ചിക്കൻ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു പകുതി നാരങ്ങ നീര്, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എന്നിവ ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഞാനിവിടെ 2 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് മക്രോണി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മളൊരു പാനിലെടുക്കുക. എന്നിട്ട് ചൂടാവുന്ന സമയത്ത് കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഒരു നുള്ള മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മക്രോണി ചേർത്ത് ഇളക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് മതിയാവും നമുക്ക് മക്രോണി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം എല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഊറ്റി മക്രോണി മാറ്റി വയ്ക്കണം. ഇതാ മക്രോണി എല്ലാം ഇപ്പോൾ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി മസാല തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് എണ്ണയിൽ കിടന്ന് സോട്ടായതിനു ശേഷം നമ്മളിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി നന്നായി ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട, ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കും ക്യാരറ്റും ആഡ് ചെയ്യാം. ഇത് രണ്ടും നമ്മൾ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം ചേർത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. ചിക്കനിലേക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മസാലയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരു 15 മിനിറ്റ് ചിക്കൻ വേവാനായിട്ട് മാറ്റി വയ്ക്കണം. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ കൂടി ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ ഈ മസാലയിലേക്ക് മക്രോണി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ മസാല ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മളിതിലേക്ക് സോസസോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കുട്ടികൾക്കൊക്കെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് പാക്ക് കൊണ്ടുവന്ന് ഉണ്ടാക്കാറില്ലേ, അതിന് പകരം എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.